കമലദാസ് എന്ന് പുറം ലോകവും മാധവിക്കുട്ടി എന്ന മലയാളികളും സ്നേഹത്തോടെ വിളിക്കുന്ന കമല സുരയ്യയെ മലയാളത്തിന് നഷ്ടപ്പെട്ടിട്ട് 14 വർഷം തികയുകയാണ്. പുന്നയൂർ കുളത്തെ പ്രശസ്തമായ നാലപ്പാട്ട് തറവാട്ടിലാണ് മാധവിക്കുട്ടി എന്ന കമലദാസ് ജനിച്ചത്. മലയാളത്തിലെ പ്രിയ എഴുത്തുകാരി ബാലാമണി അമ്മയുടെ മകൾ. അക്ഷരങ്ങളുടെ വലിയൊരു മുറ്റത്താണ് കൊച്ചു കമല പതിയെ പതിയെ പിച്ചവെച്ചു നടന്നത്. നാലപ്പാട്ടെ സർപ്പക്കാവിനോടും നെല്ലിമരത്തോടും ചാമ്പമരത്തോടും മന്ദാരത്തോടും കമല കഥകൾ പറഞ്ഞു. ബിലാത്തിമാവിലെ അണ്ണാരക്കണ്ണന്മാരും സർപ്പക്കാവിലെ നാഗത്താന്മാരും ചാമ്പമരത്തിലെ തിത്തിരിക്കിളികളും ആമയുടെ കഥകൾ കേട്ടു. പറമ്പിലെ പച്ചകൾക്കിടയിൽ നിന്നൊരു നിർമാതളം പിന്നെയും പിന്നെയും ആമയോട് കഥകൾ ചോദിച്ചു. കഥകളിലൂടെ ആ സ്നേഹ സാമീപ്യം അനുഭവിക്കാത്തവർ കുറവ്. മാധവിക്കുട്ടിയുടെ പിൽക്കാല ജീവിതം രൂപപ്പെടുത്തിയതിൽ നാലപ്പാട്ടെ അവരുടെ കുട്ടിക്കാലത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. നാലപ്പാട്ടെ പൂമുഖത്തെ ചർച്ചകൾ ദൂരെ നിന്ന് കണ്ടും കേട്ടും ശീലിച്ച കൗതുകമുള്ള ആ കണ്ണുകൾ കുട്ടിക്കാലത്തെ 2ാം പകുതി കണ്ടത് കൊൽക്കത്തയിലാണ്. 1953 മുതലുള്ള 2 പതിറ്റാണ്ട് കാലം മാധവിക്കുട്ടിയുടെ കഥകൾ കൊണ്ട് സമ്പന്നമായിരുന്നു മലയാള കഥാലോകം. നാൻസ്റ്റൺ റോഡിലുള്ള വസതിയിലിരുന്ന മുറിയിലിരുന്ന് താഴേക്ക് നോക്കിയ നിരത്തിലെ ജീവിതം കമല നന്നായി കണ്ടു. അയൽക്കാരായ അന്യദേശക്കാർ പുതിയ പുസ്തകങ്ങളായി. എന്റെ കഥ, ബാല്യകാല സ്മരണകൾ, പക്ഷിയുടെ മണം, നിർമാതളം പൂത്ത കാലം, നഷ്ടപ്പെട്ട നീലാംബരി, സമ്മർ ഇൻ കൽക്കട്ട, ആൽഫബറ്റ് ഓഫ് ബ്ലസ്ഡ്, ഓൾഡ് പ്ലേ ഹൗസ്, നിരവധി ഇംഗ്ലീഷ് കവിതാ സമാഹാരങ്ങൾ. സങ്കല്പവും നേരും തമ്മിലുള്ള കൂടിച്ചേരലായിരുന്നു അത്. യാഥാർത്ഥ്യത്തിന്റെയും സങ്കല്പത്തിന്റെയും ഊർജ്ജസ്വലമായ 2 ലോകങ്ങൾ അവർ വരച്ചിട്ടു. 15ാം വയസ്സിൽ അമ്പാഴത്തെ മാധവദാസ് എന്ന ഉദ്യോഗസ്ഥനുമായുള്ള വിവാഹം. പിന്നീടുള്ള കുറെ വർഷങ്ങൾ കൊൽക്കത്തയിലും മുംബൈയിലുമായിരുന്നു അവർ ജീവിച്ചത്. പിൽക്കാലത്ത് കമലദാസ് എന്ന തൂലികാനാമത്തിൽ ശക്തമായ ഇംഗ്ലീഷ് കവിതകൾ എഴുതി. ഈ എഴുത്തുകാരി വ്യത്യസ്തയാകുന്നത് ഹൃദയത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ്. അവർ പറഞ്ഞു, കഥ എഴുതുമ്പോൾ ഞാൻ വായനക്കാരെ കുറിച്ച് ഓർക്കാറേയില്ല. അതുപോലെ കഥ വായിക്കുമ്പോൾ വായനക്കാർ എന്നെ പറ്റിയും ഓർക്കാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിയാണ് എഴുത്തുകാരൻ. അസാധാരണ വ്യക്തികളെ അളക്കാൻ വേറെയൊരു അളവുകോൽ തന്നെ വേണം, മാധവിക്കുട്ടി പറഞ്ഞു. സ്നേഹമാണ് എൻ്റെ മതം. സ്നേഹക്കുറവ് മാത്രമാണ് ഞാൻ ഭയക്കുന്ന വസ്തു. മറ്റൊന്നും എന്നെ വീഴ്ത്തുകയില്ല. സ്ത്രീയുടെ സ്വതന്ത്ര ചിന്തകളും വൈകാരിക ഭാവങ്ങളും വരച്ചിടുന്നതിൽ മാധവിക്കുട്ടിയോളം സത്യസന്ധത പുലർത്തിയ മറ്റൊരാൾ വിരളമെന്ന് പറയാം. സ്നേഹിച്ചും പരിഭവിച്ചും കലഹിച്ചും കമല സുരയ്യ എന്ന മാധവിക്കുട്ടി മലയാളിക്ക് മുന്നിൽ തുറന്നു വെച്ചത് കഥകളുടെ മായാലോകം തന്നെയാണ് എന്നതിൽ സംശയമില്ല. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മാധവിക്കുട്ടിയെ തേടിയെത്തി. വിടവാങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിത്യസുഗന്ധം പരത്തുന്നു വാക്കുകളിലൂടെ മാധവിക്കുട്ടി നട്ടുവളർത്തിയ നിർബാധനപ്പൂക്കൾ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയകളിലും വലിയ വൈബോടെ വാടാതെ ആമി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്.